നമുക്ക് നോക്കാം വാട്ട് ആർ ദ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ്. So according to section 29 of Banking Companies Act, every banking company is required to prepare a balance sheet and a profit and loss account. Balance sheet in form A and profit and loss account in form B. But as per new amendment, that is the new amendment came on 31st March 1992. The profit and loss account and balance sheet are to be prepared in the new form, that is as per third schedule. അപ്പോൾ തേർഡ് ഷെഡ്യൂളിൽ തന്നിരിക്കുന്ന ഫോർമാറ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർമാറ്റ് നമുക്ക് ആദ്യം നോക്കാം. അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇസ് പ്രിപ്പയർഡ് ഇൻ വെർട്ടിക്കൽ ഫോം. അപ്പം നിങ്ങൾക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്തെല്ലാം ഉണ്ടാവുക, എല്ലാ ഇൻകംസ് ഉണ്ടാവും, എല്ലാ എക്സ്പെൻസസ് ഉണ്ടാവും. ആ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ ഇൻകം ആൻഡ് എക്സ്പെൻസ് ഇസ് ട്രീറ്റഡ് ആസ് പ്രോഫിറ്റ്. അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്, പക്ഷേ വെർട്ടിക്കൽ ഫോമിലാണെന്നുള്ള ഡിഫറൻസേ ഉള്ളൂ. ആദ്യം നമ്മൾ ഇൻകം എഴുതുന്നത് കണ്ടോളൂ. ടു ഫോർമാറ്റ് ഓഫ് ബാങ്കിങ് കമ്പനീസ് ഇങ്ങനെയാണ് വരിക. 4 കോളംസ് ഉണ്ടാവും. ഫസ്റ്റ് കോളം പെർട്ടിക്കുലേഴ്സ്, സെക്കൻഡ് കോളം ഷെഡ്യൂൾ നമ്പർ എഴുതാനുള്ള, നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും, ഷെഡ്യൂൾ നമ്പർ. ദെൻ ലാസ്റ്റ് 2 കോളംസ്, വൺ ഇസ് ഫോർ കറൻറ്റ് ഇയർ ആൻഡ് ലാസ്റ്റ് കോളം ഇസ് ഫോർ റൈറ്റിംഗ് ദ പ്രീവിയസ് ഇയേഴ്സ് ഫിഗർ. നമുക്ക് സാധാരണ ഒരു എമൗണ്ട് കോളം മതി. ഓക്കെ, നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇൻകംസ് ഓഫ് ബാങ്ക്സ് എന്നുള്ളത് ആദ്യം നോക്കാം. ഇൻകം കൺസിസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏൺഡ്. ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കസ്റ്റമേഴ്സിന് ലോൺസ് കൊടുത്താലൊക്കെ കസ്റ്റമേഴ്സ് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, അതെല്ലാം ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് ഏൺഡ് ഇൻകം ആയിട്ട് എടുക്കുക. ഇനി ഇൻട്രസ്റ്റ് ഇൻകംസ് ഒക്കെ ഇതിലാണ് കൊടുക്കേണ്ടത്, എല്ലാ ടൈപ്സ് ഓഫ് ഇൻട്രസ്റ്റും. അതേപോലെ അതർ ഇൻകംസ് പറഞ്ഞിട്ട് ബാക്കി ഏതെങ്കിലും തരത്തിൽ ഇൻകം ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ അതർ ഇൻകത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ യു വിൽ ഗെറ്റ് ടോട്ടൽ ഇൻകം. അപ്പോൾ ഇൻട്രസ്റ്റ് ഏൺഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യു ഹവ് ടു പ്രിപ്പയർ ഷെഡ്യൂൾ നമ്പർ 13 ആൻഡ് ടു കാൽക്കുലേറ്റ് ടോട്ടൽ ഇൻകം യു ഹവ് ടു പ്രിപ്പയർ ഷെഡ്യൂൾ നമ്പർ 14. അത് നമ്മൾ അടുത്ത പേജിൽ പഠിക്കും കേട്ടോ. ഇനി അപ്പം ടോട്ടൽ ഇൻകം കിട്ടി. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോണത് എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ എക്സ്പെൻഡിച്ചറിൽ ഇൻട്രസ്റ്റ് എക്സ്പെൻറ്റഡ് 2 തരത്തിലുണ്ടാവും. ഇൻട്രസ്റ്റ് എക്സ്പെൻറ്റഡും ഉണ്ടാവും, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും. ഈ ഇൻട്രസ്റ്റ് എക്സ്പെൻറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്ക് കസ്റ്റമേഴ്സിന് കൊടുത്ത ഇൻട്രസ്റ്റ്, അതായത് നമ്മളിപ്പം കസ്റ്റമേഴ്സ് ബാങ്കിൽ ഡെപ്പോസിറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്ക് എന്ത് തരും, നമുക്ക് ഇൻട്രസ്റ്റ് തരും. സോ ഇറ്റ് ഈസ് എൻ എക്സ്പെൻസ് ഫോർ ദ ബാങ്ക്. ഓക്കെ, so all interest expended are calculated by preparing schedule number 15 and you have to calculate total operating expenses by preparing schedule number 16. Operating expenses എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാ ഒഫീഷ്യൽ ബിസിനസ് ഓപ്പറേഷൻസിന് വേണ്ടി വന്നിരിക്കുന്ന എക്സ്പെൻസസ്. ഓക്കെ, ഇനി വല്ല പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ് ഉണ്ടെങ്കിൽ അത് എഴുതണം. അതിന് പ്രത്യേകിച്ച് ഷെഡ്യൂൾ നമ്പർ ഒന്നും പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഏതാ പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ് എന്നുള്ളതെടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ ഇതാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ വരിക. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുമ്പം ടോട്ടൽ ഇൻകത്തിൻ്റെ അകത്ത് നിന്ന് എന്ത് മൈനസ് ചെയ്യുക, ടോട്ടൽ എക്സ്പെൻഡിച്ചർ. യു വിൽ ഗെറ്റ് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ. അതെടുത്ത് എഴുതുക. സെയിം വേ ഇഫ് എനി പ്രോഫിറ്റ് ഓർ ലോസ് ബ്രോട്ട് ഫോർവേഡ് ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, യു ഹാവ് ടു റൈറ്റ് ദാറ്റ് ഓൾസോ. ഓക്കെ, then get total profit. മനസ്സിലായല്ലോ. 4th ചെയ്യേണ്ടത് ഈ പ്രോഫിറ്റിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് അപ്രോപ്രിയേഷൻസിൽ ഫസ്റ്റ് വരിക ട്രാൻസ്ഫർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ്, ട്രാൻസ്ഫർ ടു അതർ റിസർവ്സ്, ട്രാൻസ്ഫർ ടു ഗവൺമെൻറ് ഓർ പ്രൊപ്പോസ് ഡിവിഡൻഡ്. എന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ക്യാരി ടു ബാലൻസ് ഷീറ്റ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ആ പ്രോഫിറ്റ് തന്നെയാണ് ഇവിടെ വരിക ടോട്ടലിൽ. അതിൽ ഈ അപ്രോപ്രിയേഷൻസ് ഒക്കെ എഴുതുക. ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ഇസ് ക്യാരിഡ് ഓവർ ടു ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഇതിൻ്റെ അക്കമ്പനിയിങ് ഷെഡ്യൂൾസ് നോക്കാം നമുക്ക് അടുത്തതായിട്ട്. അതായത് ഈ 13, 14, 15, 16 ടോട്ടൽ എത്ര ഷെഡ്യൂൾസാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? 4 ഷെഡ്യൂൾസ്. അപ്പോൾ ഈ 4 ഷെഡ്യൂൾസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഷെഡ്യൂൾ 13 റിഗാർഡിംഗ് ഇൻട്രസ്റ്റ് ഏൺഡ്, ഷെഡ്യൂൾ 14 റിഗാർഡിംഗ് അതർ ഇൻകം, ഷെഡ്യൂൾ നമ്പർ 15 എന്ന് പറയുന്നത് എന്താ, ഇൻട്രസ്റ്റ് എക്സ്പെൻറ്റഡ്, ആൻഡ് ഷെഡ്യൂൾ നമ്പർ 16 ഓപ്പറേറ്റിംഗ്
എക്സ്പെൻസസ്. അപ്പോൾ ഈ 4 ഷെഡ്യൂൾസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് പഠിക്കുന്നത്. ഇത് നാളത്തേക്ക് പഠിച്ചു വെച്ചാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഏൺഡ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഏൺഡിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞ്, ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറയുന്നത് ബാങ്കിന് കിട്ടിയിരിക്കുന്ന ഇൻട്രസ്റ്റ് ആണ്. ബാങ്കിന് എപ്പോഴാണ് ഇൻട്രസ്റ്റ് കിട്ടുക? കസ്റ്റമേഴ്സിന് എന്തെങ്കിലും അഡ്വാൻസസ് അല്ലെങ്കിൽ ലോൺസ് തന്നിട്ടുണ്ടെങ്കിലാണ്. അപ്പം നോക്കുക, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഇൻട്രസ്റ്റ് ഏൺഡിൽ വരിക. ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഓൺ അഡ്വാൻസസ്, ബിൽസ് എക്സെട്ര. പിന്നെ ഒരു ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറയുന്നത് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്. ബാങ്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന, ബാങ്ക് പുറമെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്താലാണ് പറയുന്നത്, അതിനുള്ള ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ഓൾസോ ഇൻട്രസ്റ്റ് ഏൺ. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ബാലൻസസ് വിത്ത് RBI ആൻഡ് അതർ ബാങ്ക് ഫണ്ട്, ഇന്റർ ബാങ്ക് ഫണ്ട്സ്. ഓക്കെ, വേറെ ഏതെങ്കിലും തരത്തിൽ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അതേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഓൾ ഇൻട്രസ്റ്റ് ഏൺഡ് ആർ ഷോൺ ഇൻ ഷെഡ്യൂൾ നമ്പർ 13. ഇതിനും 2 എമൗണ്ട് കോളംസ് ഉണ്ടാവും, കറൻറ്റ് ഇയർ, പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ യൂഷ്വലി ഒന്നേ നമ്മൾ ചെയ്യാറുള്ളൂ, നമുക്കൊക്കെ ഒന്ന് മതി. ഓക്കെ, പ്രോബ്ലം ചെയ്ത് പഠിക്കാൻ അതേ തരുള്ളൂ, ഒരു ഇയറിൻ്റെതേ തരുള്ളൂ. അപ്പം ടോട്ടൽ ഇൻട്രസ്റ്റ് ഏൺഡ് ഇവിടെ കിട്ടും. അതെടുത്തിട്ട് നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എഴുതുക. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോണത് അതർ ഇൻകം ആണ്. അതർ ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് അല്ലാതെ വേറെ ഏതൊക്കെ തരത്തിലുള്ള ഇൻകംസ് ബാങ്കിന് കിട്ടിയിട്ടുണ്ടോ, ഓൾ സച്ച് ഐറ്റംസ് ആർ ഷോൺ ഇൻ അതർ ഇൻകം ഹെഡ്. ഓക്കെ, അപ്പോൾ ഇവർ എങ്ങനെയൊക്കെയാണ്? കമ്മീഷൻ, എക്സ്ചേഞ്ച്, ബ്രോക്കറേജ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. എപ്പോഴും പ്രോഫിറ്റിനകത്ത് ലോസ് ഉണ്ടെങ്കിൽ അത് സെറ്റ് ഓഫ് ചെയ്യാം. ആൻഡ് പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആൻഡ് അതർ ഫിക്സഡ് അസെറ്റ്, പ്രോഫിറ്റ് ഓൺ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ, income earned by way of dividend etc. from subsidiary companies or joint ventures, and miscellaneous incomes if any. അപ്പോൾ ഇത് ബൈ ഹാർട്ട് ആക്കി വെച്ചോണം, ഓരോ ഐറ്റം ഏതിലാണ് വരുന്നത് നോക്കിയിട്ട്. ഓക്കെ, സോ വിൽ ഗെറ്റ് ടോട്ടൽ അതർ ഇൻകം. അപ്പോൾ ഈ അതർ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ അതും നിങ്ങളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എഴുതുക. ഓക്കെ, ടോട്ടലാണ് എഴുതേണ്ടത്. അപ്പോൾ ടോട്ടൽ ഇൻകം കിട്ടും, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി ഷെഡ്യൂൾ നമ്പർ 15 എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് എക്സ്പെൻറ്റഡ് ആണ്. ഇൻട്രസ്റ്റ് എക്സ്പെൻറ്റഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞ്, ഇൻട്രസ്റ്റ് ബാങ്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, അതായത് ബാങ്ക് ഇൻട്രസ്റ്റ് കൊടുക്കുക എപ്പോഴാണ്? വെൻ കസ്റ്റമേഴ്സ് ഡെപ്പോസിറ്റ്സ് എമൗണ്ട് വിത്ത് ദ ബാങ്ക്. അപ്പോൾ ഒന്ന് അതാണ് വരിക, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓർ ഇന്റർ ബാങ്ക് ബോറോയിങ്സ്. അപ്പം വല്ല അങ്ങനത്തെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ആൻഡ് അതേഴ്സ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ഇൻട്രസ്റ്റ് കിട്ടുകയാണോ ചെയ്തത്, കൊടുക്കുകയാണോ ചെയ്തത്. കിട്ടുന്നതൊക്കെ ഇൻട്രസ്റ്റ് ഏൺഡിൽ എഴുതുക, കൊടുത്തതൊക്കെ ഇൻട്രസ്റ്റ് എക്സ്പെൻറ്റഡിൽ എഴുതുക. സോ യു വിൽ ഗെറ്റ് ടോട്ടൽ ഇൻട്രസ്റ്റ് എക്സ്പെൻറ്റഡ് ഹിയർ. ഇനി അടുത്തത് ഷെഡ്യൂൾ നമ്പർ 16 ആണ്. ഷെഡ്യൂൾ നമ്പർ 16 ഏതാ കാണിക്കുന്നത്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ബാക്കി എല്ലാ എക്സ്പെൻസും, ഇൻട്രസ്റ്റ് അല്ലാത്ത ബാക്കി എന്തൊക്കെ ഉണ്ടോ അതെല്ലാം നിങ്ങൾ ഏതിൽ കൊടുത്തോളണം? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ലൈക്ക് പേയ്മെൻറ്റ് ടു ആൻഡ് പ്രൊവിഷൻ ഫോർ എംപ്ലോയീസ്, അതായത് സാലറിയൊക്കെ, rent, taxes and lighting, printing and stationery, advertising and publicity, depreciation on bank's property, directors' fees, allowance expenses, auditors' fees expenses, law charge, postage, telegram, telephone, etc., repairs and maintenance, insurance paid, other expenditure. All these are categorized as operating expenses and get total of operating expenses. Okay.